പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഒരുക്കി തന്ന വിലയേറിയ മകൽ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചില ദിവസങ്ങളായി ദുബൈയുടെ പ്രദേശത്തായിരിക്കുന്നു. ഞാൻ ശുശ്രൂഷ ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ ഈ ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ച് വളരെ ചിന്തിക്കുകയും ആഴമായി ഗ്രഹിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിനോടനുബന്ധിച്ച് ഫിലിപ്പിയ ലേഖനം എഴുതുവാനുള്ള കാരണമെന്താണെന്നുള്ള ഒരു ചിന്ത ഇതിനകത്ത് തരുവാൻ താല്പര്യപ്പെടുന്നു. ഇത് ജാതിമത ഭേദമന്യേ സഹോദരങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങളൊക്കെ കേൾക്കുന്നു എങ്കിലും അവർക്ക് ഇതിനകത്ത് വലിയ പ്രയോജനം അവർക്ക് അത്രത്തോളം അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ദൈവദാസന്മാർക്കും വിശ്വാസ കുടുംബങ്ങൾക്കും അവരുടെ തലമുറകൾക്കും ദൈവവചനം ധ്യാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയുള്ള ഒരു ചിന്തയാണ്. ഫിലിപ്പിയ ലേഖനം എഴുതുവാനുള്ള ഒരു ചിന്ത. അതിൽ തന്നെ 3-4 മെസ്സേജ് ഇടുവാൻ ഞാൻ താല്പര്യപ്പെടുക. തുടർമാനമായി അപ്പോസ്തലനായ പൗലോസ്, ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും പോകുന്നില്ല, ഒരു 5-8 പോയിൻ്റുണ്ട്, അത് തരുവാനാണ്. അതിനോടൊപ്പം തിരുവചന ചിന്തയിലേക്ക് കടക്കുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും, നാം ആയിരിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നാം ആയിരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ ദൈവവചനത്തിലുണ്ട്. ഇസ്രായേൽ ജനം ബാബേലിലായിരിക്കുമ്പോൾ അവിടെ ആയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അവർക്ക് നന്മയുണ്ടാകുമ്പോൾ നമുക്ക് നന്മയുണ്ടാകുന്നു, ഈ ദേശത്തിന് നന്മയുണ്ടാവണം. അപ്പോൾ അതിനുവേണ്ടി കൂടെ പ്രാർത്ഥിക്കുവാനും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. വളരെ ചിന്തയോടെ, പ്രാർത്ഥനയോടെ, എല്ലാ ചിന്തയും വെടിഞ്ഞ് നമുക്ക് ഈ തിരുവെഴുത്തിനെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനം എഴുതി. 14 ലേഖനം എഴുതിയതിൽ എബ്രായ ലേഖനത്തിന് പേരില്ല. ഞാൻ ഫിലിപ്പിയ ലേഖനത്തെയും കൂടെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ബാക്കി 12 ലേഖനവും നാം വായിച്ച് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാവും. എല്ലാം പ്രാരംഭ വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതുന്നു: അപ്പോസ്തലനായ പൗലോസ്, ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലൻ എന്ന് 12 ലേഖനത്തിലും അദ്ദേഹം എഴുതുമ്പോൾ ഫിലിപ്പിയ എബ്രായ ലേഖനത്തിൽ പേരില്ല. അത് എബ്രായ ലേഖനം പൗലോസ് അപ്പോസ്തലനാണ് എഴുതിയെന്നുള്ളത് 10-15 തെളിവ് തരാൻ ഞാൻ, ദൈവവചനാടിസ്ഥാനത്തിലും ചരിത്രത്തിലും കൂടെ ആവശ്യമുള്ളവർ പറഞ്ഞാൽ. അപ്പോൾ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് ബാക്കി 12 ലേഖനവും എബ്രായ ലേഖനവും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒന്നിൽ പറയുന്നു, ബാക്കി 12 ലേഖനത്തിലും ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ തീരെ പടയാളിയായ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തു യേശുവിൻ്റെ ദാസനാണെന്ന് പറയുന്നു. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചൊരു ആശയം, ബാക്കി മുഴുവനിലും അപ്പോസ്തലനാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അദ്ദേഹം ഞാൻ ക്രിസ്തു യേശുവിൻ്റെ ദാസനെന്ന് പറഞ്ഞ അടിമയെന്ന
അടിമയെക്കുറിച്ചൊക്കെ വേറെ വാക്യം ഇതൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ക്രിസ്തുയേശുവിൻ്റെ അടിമയെന്ന് അദ്ദേഹം പറയുന്നു. അതെന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു? രമ്യപ്രവചനം എപ്പോഴും എടുക്കുന്നൊരു വാക്യം 23:24 പറയുന്നു, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ദർശിക്കുകയാണ് യിരെമ്യാ പ്രവാചകൻ. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ദൈവം, അത് നസ്രയനായ യേശുക്രിസ്തുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ഒരു ദൈവം, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് വിടും. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ, യിരെമ്യാ 23:24, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയെന്ന ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചോണം. അപ്പോൾ യേശുക്രിസ്തു റോമർ 8:3, ഫിലിപ്പിയർ 2:7 വായിക്കുമ്പോൾ മനുഷ്യ സാദൃശ്യത്തിൽ, ജഡമായിട്ടല്ല, പിന്നെ ജഡ അവതാരം എടുത്തതാണ്, അത് വേറെ വിഷയങ്ങളായതുകൊണ്ട് ഞാൻ അതിലേക്ക് എടുക്കുന്നില്ല. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിൽ താഴേക്കിറങ്ങി വന്ന് തന്നെ തന്നെ ചുരുക്കി ഒരു മറിയയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുവാൻ പാകത്തിന് താൻ ഉരുവായി. ഈ വെളിപ്പാട് കണ്ടപ്പോൾ ചരിത്രകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൊത്തുമല്ലിയുടെ അത്രയും വലിപ്പത്തിൽ ആകാശവും ഭൂമിയും നിറഞ്ഞു നിന്ന കർത്താവായ യേശുക്രിസ്തു ഒരു കൊത്തുമല്ലിയുടെ അതേ രൂപത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായി. ഈ യേശുക്രിസ്തു ഇത്രയും മഹാനിൽ മഹാനായ ദൈവം തന്നെ തന്നെ ചുരുക്കി മനുഷ്യ സാദൃശ്യത്തിലായതുകൊണ്ടും താൻ പറയുന്നു, എനിക്കിവിടെ അപ്പോസ്തലനാകണ്ട, യേശുക്രിസ്തു ദാസരൂപമെടുത്തത് കൊണ്ട് എനിക്ക് ഇവിടെ അപ്പോസ്തലനാകണ്ട. അതുകൊണ്ട് ബാക്കി ലേഖനങ്ങളിൽ അപ്പോസ്തലൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ദാസനായി മാറുക. കാരണം എൻ്റെ യേശു എന്നെ വിളിച്ച് വേർതിരിച്ചവൻ, ഭാഷമനകതുര്യ, എന്നെ വിളിച്ച് വേർതിരിച്ചവൻ പറയുന്നു, അവൻ ദാസരൂപമെടുത്തെന്ന്, മനുഷ്യ സാദൃശ്യത്തിലായെന്ന്. അതുകൊണ്ട് ആ വെളിപ്പാട് കിട്ടിയപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ദാസനാണെന്ന്. അപ്പോൾ ചില ചിന്തകൾ ഞാൻ ഫിലിപ്പിയ ലേഖനം, അതുകൊണ്ട് ലേഖനങ്ങളിൽ ഫിലിപ്പിയ ലേഖനം എഴുതുവാനുള്ള ചില കാരണങ്ങൾ പറഞ്ഞ് ചിന്തകളിലേക്ക് നമുക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിനെ ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 4 ലേഖനങ്ങളിൽ ഫിലിപ്പിയ ലേഖനം അവസാന ലേഖനമാണ്. എഫേസ്യ, കൊലോസ്യ, ഗലാത്യ, ഫിലോമോൻ, ഈ ലേഖനങ്ങളിൽ അവസാന ലേഖനമാണ് ഫിലിപ്പിയ ലേഖനമെന്ന് പറയുന്നത്. അപ്പോൾ ഗലാത്യ ലേഖനത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഗലാത്യ ലേഖനത്തെക്കാൾ സമാധാനപരമായ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. അടുത്ത് പറയുന്നു, എഫേസ്യ ലേഖനത്തെ, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ ദർശിക്കുന്ന സഭ, എഫേസ്യ ലേഖനത്തെക്കാൾ ഉപരി, ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, കൂടുതൽ സ്നേഹപരമായ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, തിമത്യോസ്, തീത്തോസ്, ഫിലോമോൻ ഇവകളേക്കാൾ കൂടുതൽ ആളത്വപരമായ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. ഇതൊക്കെ നമ്മൾ ശുശ്രൂഷിക്കുന്നവർക്കൊക്കെ ഇതൊരു പ്രയോജനകരമായി തീരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിതെടുക്കുക. തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഫിലിപ്പിയ ലേഖനം എഴുതുവാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ
എല്ലാത്തിനും നമുക്കൊരു കാര്യമുണ്ട്, ഇതിൻ്റെ പൊരുൾ തിരിക്കണം. അതിന് അപ്പോസ്തല പ്രവൃത്തി 8:31 വാക്യത്തിലേക്ക് പോയാൽ 8:30 പോലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സുവിശേഷകനായ ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് വലിയൊരു ക്രൂസേഡ് കഴിഞ്ഞതിനനന്തരം 8-ാം അധ്യായം 1 മുതൽ 5, 6, 7 വാക്യങ്ങളിൽ വലിയൊരു ക്രൂസേഡ് ഒരു മെഗാ മിനിസ്ട്രി നടത്തിയതിന് ശേഷം നേരെ ഗസയിലേക്ക് പോയി, മരുഭൂമിയിലേക്കാണ് പോയത്. മെഗാ ക്രൂസേഡ് നടത്തുന്നവരൊന്നും മരുഭൂമിയിലേക്ക് പോകത്തില്ല, ഞാൻ ഓടിപ്പോകാൻ ചിന്തയിലേക്ക്. ദൈവം ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ചിലരൊക്കെ മരുഭൂമിയിലായിരിക്കുന്നതിൻ്റെ പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്നെ ശ്രമിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് ഈ ദൂതുകൾ മനസ്സിലാവും. മരുഭൂമിയിലേക്ക് കൊണ്ടുപോയതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അവിടെ എത്യോപ്യയിലെ മന്ത്രിയായിരുന്ന ഷണ്ണൻ യെശയ്യാ പ്രവചനം എടുത്തു വെച്ച് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടന്നിട്ട്, ആത്മാവുള്ളവൻ അവൻ തേരിനോട് ചേർന്ന് നടന്നിട്ട് വായിച്ചതിനെ മനസ്സിലാകാതിരുന്നപ്പോൾ, ചുരുക്കി പറയുക, എത്യോപ്യയിലെ മന്ത്രിക്ക് വായിച്ചതിനെ മനസ്സിലാകാതിരുന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അവൻ എന്താണ് വായിക്കുന്നത്? അത് യെശയ്യാ പ്രവചനമാണ് വായിക്കുന്നത്. പക്ഷേ എന്താണ്? എനിക്കിതിൻ്റെ പൊരുളുകൾ അറിയില്ല. വായിക്കാൻ അറിയാം, പൊരുളുകൾ അറിയില്ല. പൊരുളുകൾ അറിയണമെങ്കിൽ, പൊരുളുകൾ തിരിക്കണമെങ്കിൽ ആത്മാവുള്ളവർ വേണം. ഫിലിപ്പോസിനെ പോലെ ആത്മാവുള്ളവർക്ക് മാത്രമേ 8:30, 31, 32 വാക്യങ്ങളെ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ നമ്മൾ അറിയാം? അപ്പോൾ ഇതിൻ്റെ അകത്തെ ഫിലിപ്പിയ ലേഖനത്തിലെ ചില പൊരുളുകൾ ഒന്ന് തിരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ പൊരുൾ തിരിക്കണം. എല്ലാവർക്കും പൊരുൾ തിരിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്നവരുണ്ട്, തിരിക്കുന്നവരുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ കടന്നു വരാം. പൗലോസ് അപ്പോസ്തലൻ്റെ കാരാഗ്രഹത്തെ ഒന്നാമത്തെ ചിന്തയെന്ന് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ്റെ കാരാഗ്രഹ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ മനോവേദന കുറവ് വരുത്താനാണ്. ഒന്നുകൂടെ വായിക്കാം. പൗലോസ് അപ്പോസ്തലൻ്റെ കാരാഗ്രഹ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ മനോവേദനയ്ക്ക് കുറവ് വരുത്തുവാനാണ് ഇത് എഴുതുവാനുള്ള ഒന്നാമത്തെ സാഹചര്യം. അവിടെ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അന്ത്യോക്യ സഭ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരും. അന്ത്യോക്യ സഭ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും നമ്മുടെ വേലയ്ക്കായി വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞ് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയക്കുന്നു. പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഘട്ടങ്ങളും ബുദ്ധിമുട്ടുകളും ആരും സഹായിക്കാനില്ലാതെ വന്നപ്പോൾ ഫിലിപ്പിയ സഭ ആ കാലഘട്ടങ്ങളിൽ ആത്മീയ നിലവാരം പുലർത്തിയിരുന്നു. അവർ ആത്മീയമായും സാമ്പത്തികപരമായിട്ടും അവർ ഉന്നതങ്ങളിലായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോൾ ആ ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ടിരുന്ന ഫിലിപ്പിയ സഭ ഇവരുടെ കഷ്ടപ്പാടുകളിൽ ഇവരെ സുവിശേഷ വേലയ്ക്കായി സഹായിച്ചു. ഇന്ന് സുവിശേഷ വേലയ്ക്കൊന്നും ആരും സഹായിക്കത്തില്ല. ഗ്രാമങ്ങളിൽ പോകുന്ന വ്യക്തികൾക്ക് സഹായിക്കില്ല. സഹായിക്കുന്ന ദൈവാസന്മാരുണ്ട്, ഞാൻ പറയുക. പേരും പെരുമയും കിട്ടുമെങ്കിൽ മാത്രമേ സഹായിക്കത്തുള്ളൂ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഈ ഫിലിപ്പിയ സഭ ഒന്ന് ആത്മീയ നിലവാരം പുലർത്തിയിരുന്നു, 2 സാമ്പത്തിക നിലവാരത്തിൽ ഉന്നതങ്ങളിലായിരുന്നു. അങ്ങനെ ഇവരെ സഹായിച്ചു. ഇവർ കർത്താവിൻ്റെ വേല ചെയ്തു കൊണ്ടുവന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഫിലിപ്പിയ സഭയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, 4:4 പറയുന്നു, നിങ്ങളെപ്പോഴും സന്തോഷിപ്പിൻ. അപ്പോൾ ബുദ്ധിമുട്ടിൻ്റെ സമയത്തിലും അദ്ദേഹം പറയുക, നിങ്ങൾ സന്തോഷിപ്പിൻ. 19 പറയുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന്
പൗലോസ് അപ്പോസ്തലൻ 4-ാം അധ്യായം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയാണ്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ മുൻപാകെ മുട്ടുകുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളെ സഹായിക്കുന്ന ഒരു ചില്ലിക്കാശെങ്കിലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ശുശ്രൂഷയ്ക്കിറങ്ങിയ സമയം മുതൽ ഈ നിമിഷം വരെയും മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലായാലും ഞങ്ങളോടുള്ള ബന്ധത്തിലായാലും സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കാറ് സമയം കിട്ടിയില്ലെങ്കിലും കിട്ടുന്ന സമയം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ഇത് 10 പൈസ സഹായിക്കാത്തവർ ഈ വചനം എടുത്തു വെച്ച് വായിക്കുക. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കാനാണ് ഇത് പറഞ്ഞത്. അപ്പം ഒന്നാമത് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുവാനുള്ള സാഹചര്യം, ഫിലിപ്പിയ ലേഖനം എഴുതുവാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇതാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ കാരാഗ്രഹ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ മനോവേദനയ്ക്ക് കുറവ് വരുത്തുവാൻ വേണ്ടിയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 30 വരെയും 2-ന്റെ 24 വായിക്കുക. രണ്ടാമത്തെ ചിന്തയാണ് ക്രിസ്തു യേശുവിലുള്ള അതിവിശുദ്ധ വിശ്വാസത്താൽ വിശ്വാസികൾ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയാണ് ഈ കാരാഗ്രഹ ലേഖനം അദ്ദേഹം എഴുതുന്നത്, ഈ ഫിലിപ്പിയ ലേഖനം അദ്ദേഹം എഴുതുന്നത്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. ദൈവദാസന്മാർ ഇരുന്ന് ശ്രദ്ധിച്ച് വായിക്കുക. വിശ്വാസ കുടുംബങ്ങൾ നല്ലൊരു പോയിന്റുകളാണ്. മൂന്നാമതായിട്ടെന്ന് പറയുന്നത് വിഭാഗിക ചിന്തകളെ ഉപേക്ഷിച്ച് ആത്മീകമായ എല്ലാ ഐക്യത്തിലും രീതിയിലും വിശ്വാസികൾ ജീവിക്കുവാൻ വേണ്ടിയാണ്. ഇവർ ഐക്യതയിൽ ജീവിക്കണം. റോമർ 15:5-6 ഒക്കെ കിടപ്പുണ്ട്. ഐക്യതയിലൊക്കെ അവർ ജീവിക്കണം, ഒരുമനപ്പെട്ട് ജീവിക്കണം. ഇതിനു വേണ്ടി ഫിലിപ്പിയർ 1-ന്റെ 27 വായിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം നിങ്ങൾക്ക് അവിടെ കാണാം. ഇന്ന് ഐക്യത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇല്ല. അതാണ് കാര്യം. കുടുംബത്തിലും ഇല്ല, സഭയിലും ഇല്ല. ഞാൻ തമിഴ്നാട്ടിൽ കർണാടക ഒക്കെ പോകുമ്പോൾ 50 എണ്ണം ഉണ്ടെങ്കിൽ നേരത്തെയൊക്കെ 50 എണ്ണം ഇളവുമായിരുന്നു. ഒരു ചെറിയ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ 50 ഉണ്ടെങ്കിൽ 50 പിശാചുകൾ. പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിലോ കർണാടക പോയിട്ട് ഇപ്പോൾ വലിയ പിശാചുക്കളൊന്നും ഇളകുന്നില്ല. അപ്പം ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു. ഈ പിശാച് പണ്ട് മർക്കോസിൻ്റെ 5-ാം അധ്യായത്തിൽ പറഞ്ഞ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ്റെ മേലിരുന്ന് 6000 എണ്ണം പന്നിയുടെ മേൽ കയറിയതുപോലെ ഇത് എവിടോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. അവിടെ ഇപ്പം വലുതായിട്ടൊന്നും ഇളവുന്നില്ല. കേരളത്തിൽ പോയാലും ഇളവുന്നില്ല. പക്ഷേ എല്ലാം ഇങ്ങനെ പലയിടങ്ങളിൽ. ഞാൻ ഇന്നലെ ഒരു സഭയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ ദുബൈയിലോട്ടെങ്ങാനും കയറിയോ ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഐക്യത ദൈവസഭയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ദുബൈയിലുള്ള ദൈവസഭയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടലിലുള്ള ലോകരാജ്യങ്ങളിലുള്ള ദൈവസഭയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതെവിടെ പോയി കയറിയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒന്നും ഇളവുന്നൊന്നുമില്ല. മറ്റേ ഇളവുമായിരുന്നു. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ഭൂതങ്ങൾ അലറുവായിരുന്നു, രോഗികൾ സൗഖ്യമാകുമായിരുന്നു, ഇതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ ചിന്ത ഇതാണ്. വിഭാഗീയ ചിന്തകളെ ഉപേക്ഷിച്ച് ആത്മീകമായ എല്ലാ ഐക്യതയിലും വിശ്വാസികൾ ജീവിക്കുവാൻ വേണ്ടിയാണ്. ഫിലിപ്പിയർ 1-27. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ ഇടയിലുള്ള അനൈക്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുവാനും തികച്ചും ഐക്യതയിലും താഴ്മയിലും ജീവിക്കുവാൻ വേണ്ടിയാണ്. താഴ്മയില്ല, ഹംബിൾനെസ്. ഫിലിപ്പിയർ 2-1 മുതൽ 8 വരെ വായിച്ചാൽ മതി. മറ്റുള്ളവനെ ചേട്ടനെന്ന് എണ്ണത്തില്ല. ഐക്യത എന്ന് പറയുന്നത് ഇല്ലെന്ന്. എവിടെയാ ഐക്യത ഉള്ളത്? എവിടെയാ താഴ്മയുള്ളത്? പണ്ട് ഒരാട് മുകളിൽ നിന്ന് കയറ്റം
ഇറങ്ങി കയറ്റത്തു നിന്ന് ഒരാട് കയറ്റം കയറുന്നു, ഒരാട് മുകളിൽ നിന്ന് താഴോട്ട് വരിക. താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആടിന് പോകാനുള്ള വഴിയേ ഉള്ളൂ. മതിൽ ചാടിക്കിടക്കാൻ പറ്റത്തില്ല, പൊക്കമുള്ള മതിലായതുകൊണ്ട് ചാടിക്കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ആടിന് പോകാനുള്ള വഴിയേ ഉള്ളൂ. അപ്പം ഞാൻ പലരോടും ചോദിച്ചു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞ് ചാടിക്കിടക്കും. ഇവർ ഈ ചാടിക്കിടക്കാനല്ല, ദാവീദിൻ്റെ കൂട്ട് സങ്കീർത്തനം 18:29 പറയുന്നത് പോലെ, 2 ശമൂവേൽ 22:30 പറയുന്നത് പോലെ നിന്നാൽ ഞാൻ പടക്കൂട്ട് തന്നെ ചാടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചാടിക്കിടക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചിലരൊക്കെ പറഞ്ഞു ഒന്ന് താഴ് കൊടുക്കുക. അപ്പം മുകളിൽ നിന്ന് വരുന്ന ആട്, അല്ലെങ്കിൽ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഒന്ന് കിടന്ന് കൊടുക്കുക, ഒരു ചവിട്ട് കിട്ടും. ഞാനൊക്കെ ഒത്തിരി ചവിട്ട് കിട്ടിയ ആളാണ്, അതുകൊണ്ട് പറയുക. അപ്പോൾ ഒരു ചവിട്ട് കിട്ടും, അപ്പോൾ അതങ്ങ് പോവുകയും ചെയ്യും, ഈ ആടിന് മുകളിലോട്ട് കയറി പോവുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് വിശുദ്ധന്മാരുടെ ഇടയിലുള്ള അനൈക്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുകയും തികച്ചും ഐക്യത്തിലും ആ താഴ്മയിലും ഇവർ ജീവിക്കണം. ഇനി എൻ്റെ ഭാഷയിൽ പറഞ്ഞ അനുസരണത്തിലും ജീവിക്കണം. അനുസരണയില്ല, താഴ്മയില്ല. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ പറയുന്നു, ഞാൻ യേശുക്രിസ്തുവിൻ്റെ അടിമയാണ്, ദാസനാണ്. അപ്പം നമുക്കൊന്ന് താഴാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് സഭയിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം 4 വിളിച്ചുകൊണ്ട് വേറൊരിടത്താവും. അത് പത്രോസിൻ്റെ ആത്മാവാണെന്നാണ് ഞാൻ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞതിന് ശേഷം പത്രോസ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ പഴയ പണിക്ക് പോവാം, മീൻ പിടിക്കാൻ പോവുക, നിങ്ങളും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി വിളിച്ചുകൊണ്ട് അങ്ങ് പോയി. യോഹന്നാന്റെ സുവിശേഷം 21 എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ഒന്ന് താഴാനോ പിന്നെ അതിനെ പിടിച്ചുകൊണ്ടിരിക്കാൻ, അതിൽ കുറ്റം പറയാൻ, പണ്ടൊരു ദൈവദാസൻ പറഞ്ഞതുപോലെ, പാസ്റ്ററെ നിങ്ങളുടെ ഒന്നും വീട്ടിൽ TV കാണരുത് കേട്ടോ. നിങ്ങൾ അഥവാ ഒരു വാർത്ത കേൾക്കാനാണ് ഒരു TV വാങ്ങിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാനാണ്, ഒരു പവർ വിഷൻ ചാനൽ കേൾക്കാനാണ്, ലോക സംഭവങ്ങൾ അറിയാനാണ് TV വാങ്ങിച്ചു വെച്ചാൽ പറയും, വിശ്വാസികൾ പറയും, പാസ്റ്റർ പാപം ചെയ്തു, പാസ്റ്ററിൻ്റെ ഉണ്ടായിരുന്ന കൃപകളെല്ലാം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് പാസ്റ്റർ TV വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കരുത്. ഇവർ കറക്റ്റായിട്ട് പറയും പാസ്റ്റർ പാപം ചെയ്തു. വെളിപ്പാട് പുസ്തകം 11 അധ്യായത്തിൽ TVയെക്കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നു. പണ്ട് TV കണ്ടാൽ മുടിഞ്ഞു പോകുമെന്ന് പ്രസംഗിച്ച പാർട്ടികളെയൊക്കെ എനിക്കറിയാം. പുള്ളികളൊക്കെ ഇപ്പോഴും ജീവിക്കാത്തായിരിക്കുന്നത്. അതുകൊണ്ട് ആരെയും കുറ്റം പറയണ്ട. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നാട്യത്താലോ പിണക്കത്താലോ ഏത് വിധേനയായാലും എൻ്റെ യേശുവിനല്ലേ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇന്ന് ന്യൂ ജനറേഷനെ പൊളിച്ചടുക്കിയിട്ട് ഇവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാ അടുത്ത ശുശ്രൂഷ ചെയ്യുന്നത്? ആരും പൊളിച്ചെടുക്കാനൊന്നും നിൽക്കുകയൊന്നും വേണ്ട. ന്യൂ ജനറേഷന് യെശയ്യാ 41:4 തോന്നുന്നത്, തലമുറകളുടെ ദൈവം. എൻ്റെ ഒരു മെസ്സേജ്, തലമുറകളെ വിളിച്ചവൻ, തലമുറകളുടെ ദൈവം. തലമുറയായി നിൽക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് വരെ തലമുറകൾ നിൽക്കണം. ചിലപ്പം ജീവിതത്തിൽ കുറവുകളും വീഴ്ചകളും താഴ്ചകളും ഒക്കെ വന്നേക്കാം. പാട്ടുകാരൻ പാടുന്നത് പോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്തൊരു പാട്ടങ്ങ് പാടും, എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം, അവിടെ തന്നെ പോകാൻ എനിക്ക് മനസ്സ് നൽകണം. ബൈബിൾ കോളേജ് 2 വർഷം പാസ്റ്റർ തിയോളജിയും പഠിച്ചിട്ട് വന്നിരുന്ന് പാടും. കുറേ നാൾ കഴിയുമ്പോൾ, ഒരു 15 വർഷം കഴിയുമ്പോൾ ഇവർ പാടും, വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടുന്നു. ഒരു 30-35 വർഷമൊക്കെ അമ്മ പാടും, ഈ ജീവിതമെന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും പരനേന്ന് പറഞ്ഞങ്ങ് തുടങ്ങും. ഇങ്ങനെയാണ് പാട്ട്. 30 വർഷമായിട്ട് ശരിയായിട്ടില്ല.
ഒന്ന് ശരിയാക്കി എടുക്കാനാണ് ഈ പറയുന്നത്. നമുക്ക് ലേഖനങ്ങളിലേക്ക് വരാം. അപ്പോൾ വിശുദ്ധന്മാരുടെ നാലാമത്തെ പോയിന്റ്, വിശുദ്ധന്മാരുടെ ഇടയിലുള്ള അനൈക്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുകയും തികച്ചും ഐക്യത്തിലും താഴ്മയിലും അവർ ജീവിക്കണം. ഇനി ഒന്നുകൂടെ പറഞ്ഞ അനുസരണത്തിലും. അനുസരണക്കാർ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇരുന്ന് വായിച്ച് ഓരോന്നും ഓരോ മണിക്കൂർ പ്രസംഗിക്കാൻ നമുക്കുണ്ട്. 8-9 പോയിന്റ് ഞാൻ എടുക്കുന്നുണ്ട്. 10-11 പോയിന്റുണ്ട്. ആ 11 പോയിന്റിലും 11 മെസ്സേജ് എടുക്കാൻ നിങ്ങൾക്ക് ഇരുന്ന് മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കണം. ചുറ്റിക്കറങ്ങി നടക്കാതെ. യാക്കോബിൻ്റെ മകള് ദീന ചുറ്റാൻ പോയതുപോലെ ചുറ്റാതെ. 34-ാം അധ്യായത്തിൽ 34-ാം അധ്യായത്തിലെ കാര്യമാണ് കേട്ടോ. ദേശത്തിലെ കൂട്ടുകാരി എടുത്ത് പോയത്. അപ്പോൾ എല്ലാം നല്ലതാണ്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഞാനങ്ങ് വചനത്തിൻ്റെ ഒന്ന് തൊട്ട് വിടുന്നതേ ഉള്ളൂ, അതിനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ ആരെ കുറ്റം പറയുകയല്ല. നമ്മൾ പോയി ആവശ്യമില്ലാത്തടത്ത് പോയി ചാടരുത്, ആവശ്യമില്ലാത്ത വഴിയിൽ പോകരുത്. മാതാപിതാക്കൾ ഉപദേശം കൊടുത്തിട്ടും അവർ പട്ടിണി കിടന്ന് കണ്ണുനീരൊഴുക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും എത്രയോ തലമുറകൾ അനുസരണം കെട്ട് നടക്കുന്നു. അതുകൊണ്ട് പറയുക, വളരെ വേദനകളുണ്ട്. നമ്മൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. ഒരു ബന്ധക്കോസുകാരുടെ തലമുറകൾക്ക് വേണ്ടി മാത്രമല്ല, സാമുദായിക സഭകളുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദൈവ സൃഷ്ടിയായ യുവ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ ഞങ്ങൾ. ആ യുവ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടി തലമുറകളിൽ ഉണ്ടാവണം. തലമുറകളെ നമ്മൾ കുറ്റം പറയുന്നതല്ല, അവരെ നമ്മൾ പറഞ്ഞ് നേരായ പാതയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ. പിന്നെ ചിലത് ഒരു സമയം വരെ, പരിധി വരെ അപ്പൻ്റെ ഇളയ മകൻ പോയതുപോലെ പോവും. 2 വിധത്തിലാണ് തിരിച്ചു വരുന്നത്. അപ്പൻ്റെ ഇളയ മകൻ പോയിട്ട് തിരിച്ചു വന്നത് അവനെ ഒറ്റയ്ക്കാണ് തിരിച്ചു വന്നത്. പിന്നെ ചിലതാണെങ്കിൽ ഞങ്ങൾ രജിസ്റ്റർമാരെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ എന്ത് ചെയ്യും, കൊണ്ടങ്ങ് വരും. അങ്ങനെയുണ്ട് ചിലത്. കണ്ടിട്ടുണ്ട്, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, ആ പാവം മാതാപിതാക്കളൊന്നും അറിയുന്നില്ല. ഇതൊക്കെ സംഭവിക്കുമോ? ഇതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് തിമത്യോസിന് എഴുതിയ 2-ാം ലേഖനം 3-1 മുതൽ 7 വരെ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് പറഞ്ഞ് അതിനകത്ത് എഴുതിയിരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. അവിടെ കുറേ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്, വായിച്ചാൽ മതി. അടുത്തെൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് 6-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം, സാഹചര്യങ്ങളെ വകവയ്ക്കാതെ എപ്പോഴും വിശുദ്ധന്മാർ ക്രിസ്തു യേശുവിൽ സന്തോഷിക്കുവാൻ. സാഹചര്യങ്ങളെ വകവയ്ക്കരുത്. സാഹചര്യങ്ങളെ നോക്കി ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. വളരെ ഘട്ടങ്ങൾ അവിടെ പറയുന്നു സന്തോഷിക്കുവാൻ. ഫിലിപ്പിയർ 2:18, 3:1 മുതൽ 3:1, 4:4 എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയുക. അപ്പോൾ സാഹചര്യങ്ങളെ വകവയ്ക്കാതെ എപ്പോഴും വിശുദ്ധന്മാർ ക്രിസ്തു യേശുവിൽ സന്തോഷിക്കുവാൻ വേണ്ടി അദ്ദേഹം ഈ ലേഖനം എഴുതുന്നു. ലേഖനം എഴുതാനുള്ള സാഹചര്യങ്ങളായി പറയുന്നത്. അടുത്തതായി 6-ാമതായിട്ട്, പ്രിയങ്കരനായ തിമത്യോസിനെ വിശുദ്ധന്മാരെ സന്ദർശിക്കുവാൻ അയക്കുമെന്ന് അറിയിക്കുവാനും കൂടെ ഈ ലേഖനം എഴുതുവാനുള്ള സാഹചര്യത്തിൽ പെടുന്നു. പ്രിയങ്കരനായ തിമത്യോസിനെ വിശുദ്ധന്മാരെ സന്ദർശിക്കുവാൻ അയക്കുമെന്ന് അറിയിക്കുവാൻ. ഫിലിപ്പിയർ 2:18 മുതൽ 24 വരെയുള്ള വാക്യം. അടുത്ത് 7-ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ, പ്രിയങ്കരനായ എപ്പഫ്രോദിത്തോസിൻ്റെ സ്നേഹവും ശുശ്രൂഷയും കൂട്ടായ്മയും ആഭികാമ്യം എന്ന് വിശുദ്ധന്മാരെ മനസ്സിലാക്കുന്നതിനും തൻ്റെ രോഗവിവരത്തെക്കുറിച്ച് അറിയിക്കുന്നതിനും ആദ്യത്തേതിലും ഉപരിയായ എല്ലാ ആത്മീക പ്രോത്സാഹനവും എപ്പഫ്രോദിത്തോസിന് ലഭിക്കുവാനും
ഫിലിപ്പിയർ 2:25-20 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗമൊക്കെ വായിച്ചാൽ നമ്മൾ കരഞ്ഞു. ഈ ഭാഗമൊക്കെ വായിച്ചാൽ കരഞ്ഞു പോകുന്നു. വളരെ ആ ഭാഗം നമ്മൾ വായിച്ചാൽ തീർച്ചയായിട്ടും കരയും. അപ്പം അതുകൊണ്ട് ഈ ഭാഗമൊക്കെ ഒന്ന് ഇരുന്നെന്ന് വായിച്ചു നോക്കിയേ. ആ എപ്പഫ്രോദിത്തോസിൻ്റെ ശുശ്രൂഷ, താൻ അനുഭവിച്ച ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കേണ്ടതിന് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക. എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കേണ്ടതിന്. അപ്പം ക്രിസ്ത്യാനികൾക്ക് ദുഃഖമുണ്ടോ? ക്രിസ്ത്യാനികൾക്ക് കട്ടതയുണ്ടോ? ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മരണകരമായ രോഗം പിടിച്ചില്ലേ? മരിച്ചവനെ ഉയർപ്പിച്ചവൻ എന്തുകൊണ്ടാണ് രോഗം മാറ്റിയില്ല? തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും പറയുന്നുണ്ട്. 4:20 തോന്നുന്നു, ഞാൻ എരസ്തോസ് കൊരിന്തിയിൽ താമസിച്ച് ത്രൊഫീമോസിനെ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നു. ചിലതൊക്കെ ദൈവം കൊടുക്കുന്ന ചില ശോധനകളും പരിശോധനകളും ഒക്കെയാണ്. ശോധനകൾ നമ്മളെ ഒന്ന് എന്ത് ചെയ്യുക? നമ്മളെ ഒന്ന് മനസ്സിലാക്കിയൊക്കെ എടുക്കുക, നമ്മളെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുക, നമ്മളെ ഒന്ന് പഠിപ്പിച്ചെടുക്കുക. ഇതൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ, എപ്പഫ്രോദിത്തോസിനെ കുറിച്ച് ഫിലിപ്പിയ ലേഖനം 2:25-30 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യഹൂദ മത പ്രചരണത്തിൻ്റെ അപകടത്തെ പറ്റിയും ക്രിസ്തു യേശുവിലുള്ള രക്ഷയുടെ ഭദ്രതയെക്കുറിച്ചും വിശ്വാസികളെ ബോധവാന്മാരാക്കി തീർക്കുവാനാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന പദം ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 2-21 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കണം. 2-21 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുന്നെന്ന് നമുക്കൊന്ന് പഠിക്കാൻ നല്ലതാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ, ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ ഒത്തിരി കാര്യങ്ങൾ ഇത് നമ്മളെ സഹായിക്കും. കട്ടതയുടെയും പട്ടിണിയുടെയും വേദനയുടെയും മധ്യത്തിൽ 3 ഷിപ്പുണ്ടായിരുന്നവനും പട്ടിണി കിടന്നെന്നാണ് തിരുവെഴുത്തി കാണുന്നത്. അനേക പട്ടിണി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പലവട്ടം പട്ടിണിയാണ്. നീതിമാന്റെ സന്തതി ആഹാരത്തിന് ഇറക്കുന്നില്ലെന്ന് പറയും ഒരിടത്ത്. ഇവിടെ പറഞ്ഞ പട്ടിണിയാണ്. ഞാൻ ചോദിക്കട്ടെ, കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ യോബിൻ്റെ പുസ്തകം 38 40 മുതലുള്ള ഭാഗങ്ങളിലേക്ക് 40-44 ഭാഗങ്ങളിലാണെന്ന് തോന്നുന്നു. അതതിൻ്റെ ആഹാരം, പൊടിയരി വേണ്ട കാക്കക്കുഞ്ഞിന് പൊടിയരി കൊടുക്കുന്ന ദൈവം. ഈ സാധനം സ്വന്തം പേര് പറഞ്ഞ് വിളിക്കുന്നതാ കാക്കൻ, എന്നാലും അതിന് കൊടുക്കും. പക്ഷെ അതെന്തിനാണ് വിളിക്കുന്നത്? നമ്മൾ കാക്ക എന്ന് പറയുമ്പോൾ അതെന്തിനാണ് 4 മണിക്ക് വിളിച്ചുണർത്തുന്നത്? മനുഷ്യനെ 4 മണിയാകുമ്പം വിളിക്കാൻ തുടങ്ങും. എത്രയോ മനുഷ്യരെക്കാൾ, എത്രയോ പ്രാർത്ഥിക്കുന്നെന്ന് പറയുന്നവരെക്കാൾ എത്രയോ നല്ലതാണ് പക്ഷിയും. അവരവരുടെ ആഹാരത്തിന് വേണ്ടി അവർ ദൈവത്തെ സ്തുതിക്കുകയും എഴുന്നേറ്റ് ദൈവത്തിന് നന്ദി പറയുകയും അതോടൊപ്പം അവർ ദൈവത്തെ സ്തുതിക്കുകയും അവരുടെ ആവശ്യങ്ങളെ പറയുകയൊക്കെ ചെയ്യുന്നത്. പക്ഷിശാസ്ത്രം അവർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ അറിയാമെന്നൊക്കെയാണ് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്. പക്ഷി സംസാരിക്കുന്നതെല്ലാം അറിയാൻ. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളൊരു കഥയുണ്ട്. 18 ഭാഷ സംസാരിക്കുന്ന തത്തയെ ഭർത്താവ് കൊണ്ടൊന്ന് അവിടെ വെച്ചിരുന്നു. ഈ തത്ത പറയുന്നതൊന്നും അമ്മാമ്മയ്ക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അമ്മാമ്മ എന്ത് ചെയ്തു? ഇയാൾ വരുന്നതിന് മുമ്പേ കറി വെച്ചങ്ങ് കൊടുത്തു. ഇതെന്തോ കറിയാന്ന് ചോദിച്ചപ്പോൾ തത്തക്കറിയാന്ന് പറഞ്ഞു. ഇത് പല ഭാഷകളിങ്ങനെ സംസാരിക്കുമ്പോൾ അമ്മാമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അമ്മാമ്മ എന്ത് ചെയ്തു? പിടിച്ച് കൊന്ന് കറി വെച്ച് ഭർത്താവിന് കൊടുത്തു. തിന്നു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഇത് നമ്മുടെ 18 ഭാഷ സംസാരിക്കുന്ന തത്തയാണ്, ഞാനും കുറേ തിന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അതതിൻ്റെ ഭാഷ അറിയാവുന്ന ഒരേ ഒരുവനുണ്ട്. അത് നസ്രേനായ യേശു ക്രിസ്തുവാണ്.
അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഇത് ശ്രവിക്കാം, പ്രാർത്ഥനയോടെ ഇത് ഗ്രഹിക്കാം, പ്രാർത്ഥനയോടെ തിരിച്ചറിയാം, പ്രാർത്ഥനയോടെ അനുഭവിച്ചറിയാം. ഞാൻ എപ്പോഴും പറയും, 1 രുചിച്ചറിയുക, 2 ഗ്രഹിച്ചറിയുക, 3 തിരിച്ചറിയുക, 4 അനുഭവിച്ചറിയുക. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ രുചിക്കുക, വചനത്തിൻ്റെ ടേസ്റ്റ് മാറല്ലേ, വചനത്തിൽ ഉറച്ചു നിൽക്കണമേ. നമ്മളെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഞാനൊന്നുകൂടെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. അപ്പോൾ 8 യഹൂദ മത പ്രചരണത്തിൻ്റെ അപകടത്തെപ്പറ്റിയും യേശുക്രിസ്തുവിലുള്ള രക്ഷയുടെ ഭദ്രതയെക്കുറിച്ചും വിശ്വാസികളെ ബോധവാന്മാരാക്കി തീർക്കുവാൻ ഈ കാരാഗ്രഹ ലേഖനം എഴുതി. ഈ ലേഖനം എഴുതി 3:21-22, ഫിലിപ്പിയർ 3:21-22. അടുത്ത 9 പറയുന്നത് വിശുദ്ധന്മാരെ ഭരിച്ചിരിക്കുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുവാൻ. ഫിലിപ്പിയർ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്നുകൂടെ വായിക്കാം. ഇന്ന് ഓൾറെഡി നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് വിശുദ്ധന്മാരെ ഭരിച്ചിരിക്കുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുവാൻ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുവാൻ തയ്യാറായി. ഫിലിപ്പിയർ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ സാവകാശം ഇരുന്ന് വായിക്കണം. ഇത് ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റൂല. ഒരു ദിവസം കൊണ്ട് ഇതിനെ നമ്മൾ പഠിച്ചെടുക്കാമെന്ന് വെച്ചാൽ നടക്കത്തുമില്ല. കാരണം ഈ ജോലിയും കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നടക്കില്ല. ഞങ്ങളെ പോലുള്ളവർക്ക് പിന്നെ ഇച്ചിരിയൊക്കെ സമയം ഇവിടെയൊക്കെ വരുന്ന സമയത്താണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങളിരുന്ന് ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ആ ഭാഗം വിടുക. എന്തോ വിശുദ്ധന്മാരെ ഭരിച്ചിരിക്കുന്നത് ആകെ പ്രശ്നത്തിലാണ്. വിശുദ്ധിയിൽ നിൽക്കുന്നവൻ, വേർപെട്ട ജീവിതം നയിച്ച് നിൽക്കുന്നവൻ ആകെ പ്രശ്നത്തിലാണ്. എങ്കിലും അവനെ യോബിൻ്റെ പുസ്തകം 5:19 പറയുന്നത് പോലെ 6 ഘട്ടം നിനക്ക് വരും, 7ാമത്തെ തിന്മ നിന്നെ തൊടുകയില്ല. നീതിമാൻ 7 പ്രാവശ്യം വീണാൽ എഴുന്നേൽക്കും. ഒരുപാട് വാക്യങ്ങളുണ്ട്. നീതിമാൻ്റെ സങ്കീർത്തനം 34:19, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. അപ്പോൾ അസംഖ്യമായ ഭക്തന്മാർക്ക്, വിശുദ്ധന്മാർക്ക്, വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്ന ഒരു ദൈവദാസന്, ദൈവദാസിക്ക്, തലമുറകൾക്ക് അവർക്ക് സ്വസ്ഥത ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. പക്ഷേ ഫിലിപ്പിയർ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, സഹോദരിമാരെ വായിച്ച് മനസ്സിലാക്കുക. ഇതൊന്ന് വായിക്കുന്നുണ്ട്, പക്ഷെ ഗ്രഹിക്കുന്നില്ല. അതാ കാര്യം. 2 രുചിച്ചറിയുന്നില്ല, 3 തിരിച്ചറിയുന്നില്ല, അനുഭവിക്കുന്നില്ല, ക്രിസ്തുവിനെ അനുഭവിക്കുന്നില്ല. ഗലാത്യർ 6:17 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുക, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, യേശുക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ച് ഓരോ പോയിന്റും എടുത്ത് ഓരോ മെസ്സേജ് തയ്യാറാക്കിക്കാട്ട്. ഓരോ മെസ്സേജിന് 1 മണിക്കൂർ വെച്ച് സുഖമായിട്ട് പ്രസംഗിക്കാനുള്ള ഓരോ മെസ്സേജും. അപ്പോൾ പാസ്റ്ററെ ഓരോ മെസ്സേജും അങ്ങനെ ഇടും പാസ്റ്ററെ എന്നൊന്നും പറയണ്ട. ഇതിരുന്ന് വായിച്ച് മനസ്സിലാക്കും. സമയമുള്ളതുപോലെ ഞാനിടും. ചിലർക്ക് എന്ന് ഇടണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്ന് ഇടാനുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇതിനകത്ത് തന്നെ ഈ ന്യൂ ഹോപ്പ് മിസ്പ പ്രയർ ഫെലോഷിപ്പ് എന്ന് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ 140 അധികം മെസ്സേജ് കിടപ്പുണ്ട്. ഇതിനകത്ത് ചെറിയ ചെറിയ കൊച്ചു ഷോർട്ട് മെസ്സേജുകളും കിടപ്പുണ്ട്. ആദിമ കാലഘട്ടങ്ങളിൽ ഇട്ടതൊക്കെ കിടപ്പുണ്ട്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടിരുന്നാൽ പോരെ. അന്നേരം ഇടുന്ന മെസ്സേജ് അന്നേരം വരത്തില്ലേ? ഓക്കെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ വിശുദ്ധന്മാരെ ഭരിച്ചിരിക്കുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. അത് വിശ്വാസ കുടുംബങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം.
വേദന നിറഞ്ഞ കാലഘട്ടങ്ങൾ, ബുദ്ധിമുട്ട് നിറഞ്ഞ, ഇനി അങ്ങോട്ടോ ആര് ഭരിച്ചെന്ന് പറഞ്ഞാലും സ്വസ്ഥത കിട്ടൂല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടു. യുദ്ധം ഈ 2024 തീരുന്നതിന് മുൻപ് യുദ്ധങ്ങളുണ്ടാവും. ഇസ്രായേലും അവരും തമ്മിൽ അടിക്കുന്നത് കൊണ്ടല്ല. പക്ഷേ ഈ ലോകരാഷ്ട്രങ്ങൾക്ക് സമാധാനം കൊടുക്കേണ്ടതിനായി നാം പ്രാർത്ഥിക്കണം. 2, ആരും നശിച്ചു പോകരുത്. 3, എല്ലാവരും മാനസാന്തരപ്പെടണം. 17:30 അപ്പോസ്തല പ്രവൃത്തി 17:30 തോന്നി ഇങ്ങനെ പറയുന്നു, എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. മാനസാന്തരപ്പെടട്ടെ, ക്രിസ്തുവിനെ അറിയട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഇപ്പോൾ വിശുദ്ധന്മാരുടെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുവാൻ അദ്ദേഹം ഇതെഴുതി. അടുത്ത് 10 എന്ന് പറയുന്നത് ഹൃദയംഗമായ അവരുടെ സ്നേഹത്തിനും ഔദാര്യത്തിനും നന്ദി പറയുവാനാണ് എഴുതി. ആരുടെ? ഫിലിപ്പിയ സഭ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോസ്തലനായ പൗലോസിനോടും ശുശ്രൂഷയോടും കാണിച്ച ആ സ്നേഹത്തിന് നന്ദി പറയുവാൻ. ഹൃദയംഗമായ ഭാഷ, ഹൃദയംഗമായ അവരുടെ സ്നേഹത്തിന്. ഇന്ന് എവിടെയാ ഹൃദയംഗമായ സ്നേഹം? ഹൃദയംഗമായ സ്നേഹമൊന്നുമില്ല. ഗ്രീക്കിലെ 4 പദമാണ് പറയുന്നത്. സ്റ്റോർഗെ, ഈറോസ്, ഫിലയോ, അഗപ്പെ. 4 പദമാണ് സ്നേഹത്തിന്. സ്റ്റോർഗെ, അപ്പൂപ്പന് കൊച്ചുമക്കളോടുള്ള സ്നേഹം, സദൃശവാക്യം 17:6. ഈറോസ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം, അതൊട്ടുമില്ല. 3, ഫിലയോ, സഹോദര സ്നേഹം, ശകലം പോലുമില്ല. പിന്നെ അകപ്പെ, മാനവകുലത്തിന് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ഊറ്റിത്തന്ന, വേറെ വഴിയില്ലാത്തതുകൊണ്ട് വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുമ്പോൾ വെള്ളവും വൈഡകക്ഷമാനകതുരിയ, വെള്ളവും രക്തവും തമ്മിൽ വാർന്നൊഴുകുക, ഒന്നുമില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിലിട്ടു. എത്രയായാലും ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അല്പം ബ്ലഡെങ്കിലും ആ ഹൃദയത്തിനകത്ത് കാണും. 4 അറയിൽ ഏതെങ്കിലും ഒരു അറയിലെങ്കിലും കാണും. പക്ഷേ ഇത് ഒരു തുള്ളി രക്തം പോലും ഇല്ലാതെ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചറിയാം. രക്തവും വെള്ളവുമായി ഒഴുകി. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇതാണ് എൻ്റെ കാര്യം. ശാന്തമായ അന്തരീക്ഷത്തിൽ പറയുന്നത് ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അടുത്ത ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞ് നിർത്താം. 11, ക്രിസ്തു യേശുവിലുള്ള സ്നേഹാഭിവാദനങ്ങൾ വിശുദ്ധന്മാർക്ക് നൽകുവാൻ. ഒന്നുകൂടെ പറയാം. ക്രിസ്തു യേശുവിലുള്ള സ്നേഹാഭിവാദനങ്ങൾ വിശുദ്ധന്മാർക്ക് നൽകുവാൻ. ഫിലിപ്പിയർ 4-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കറിയാം. ഇതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരു വിശ്വാസിക്കും ദൈവസഭയ്ക്കും പാസ്റ്റർക്കും വിശ്വാസ കുടുംബങ്ങൾക്ക് എല്ലാത്തിനും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സാവകാശം ഇരുന്ന് ഓരോ പോയിന്റും പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയോ പത്രോസ് അപ്പോസ്തലൻ്റെ ഭാഷയോ കുഞ്ഞുങ്ങളെ എന്നുള്ളൊരു പദം നിങ്ങൾ ഇരുന്നൊന്ന് ധ്യാനിച്ചു നോക്കിക്കേ. ദൈവം പരിശുദ്ധാത്മാവിനാൽ ഫിലിപ്പോസിന് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ അടുത്ത ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് തന്നെ 2-3 ചിന്തകൾ ഇടുവാൻ താല്പര്യപ്പെടുക ക്രിസ്തുവിനെ കുറിച്ച്. അപ്പോൾ അതിനു മുമ്പ് ഈ ഫിലിപ്പിയ ലേഖനം എഴുതുവാനുള്ള സാഹചര്യമാണ് ഞാൻ കുറിച്ചിരുന്ന് എഴുതിയെടുത്തത്. അത് ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ കിടക്കുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് ഇതാണ്ട ഇത് നോക്കി അത് കാണുന്നുണ്ടല്ലോ. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഇരുന്ന് കുറിച്ചിരുന്ന് എഴുതിയെടുക്കുക.
അപ്പം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവരവരെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ, പ്രാർത്ഥിക്കാനാണോ നീ പ്രാർത്ഥിക്കുക, നീ പ്രസംഗിക്കാനാണോ നീ പ്രസംഗിക്കുക, ഉപവസിക്കാനാണോ നീ ഉപവസിക്കുക. ആരെയും കുറ്റം പറയണ്ട, അവരവര ആത്മീയ ശുശ്രൂഷയിൽ എഴുന്നേൽക്കേണ്ടത്. അല്ലാതെ ഒരാൾ നീ പ്രവാചകിയാവും, നിനക്ക് പ്രാർത്ഥനാ വരമുണ്ട് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രം ആകണമെന്നില്ല. സ്വയം തോന്നണം. ഏത് സാഹചര്യത്തിലും ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ, ക്രിസ്തു യേശുവിന് വേണ്ടി പോരാടുവാൻ നമ്മൾ തയ്യാറാകണം. നീതിയോടെ നടക്കണം, വിശുദ്ധിയോടെ നടക്കണം, വേർപെട്ട ജീവിതം നയിക്കണം. കർത്താവ് എപ്പോൾ വരുന്നുവോ വിളിക്കുമ്പോൾ നമ്മൾ പോകണം. ആ നിത്യത നമുക്ക് കിട്ടണം. ഇതെല്ലാം വിട്ട് നമ്മൾ പോകണം, ഇതെല്ലാം നമ്മൾ വിട്ടു പോകണം. അതുകൊണ്ട് അടിയനെ ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, ദാസിമാർ, വിശ്വാസ കുടുംബങ്ങൾ, സാമുദായിക സഭകൾ, എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവദാസന്മാരെയും എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ള ഈ തിരുവചനം ധ്യാനിക്കുക. ഇതെടുത്തു വെച്ച് ധ്യാനിക്കുക. എന്നേക്കാൾ പഠിപ്പും അറിവും കഴിവുമുള്ള ലക്ഷക്കണക്കിന് ദൈവദാസന്മാർ. എനിക്ക് വലിയ പഠിപ്പും അറിവൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയും, നമ്മളിരുന്ന് ഫിലിപ്പോസിനെ പോലെ ദൈവസന്നിധിയിലിരുന്ന് എഴുതിയെടുത്ത് കുറിച്ച് നമ്മൾ പറയുന്നതാണ്. അത് 2 പ്രാവശ്യം വായിച്ച് എഴുതിയെടുക്കും, വാക്യം കൂടെ ചേർത്തെഴുതും. എല്ലാത്തിനും വാക്യമുണ്ടല്ലോ, വചനമുണ്ടല്ലോ, അത് എഴുതിയെടുത്ത് അതാർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ. ഇതിപ്പോൾ ബൈബിൾ കോളേജിൽ പോയെങ്കിലേ ഇതൊക്കെ മനസ്സിലാവുന്നു. ബൈബിൾ കോളേജിൽ പോകുന്നതിനൊന്നും ഞാൻ എതിരൊന്നുമല്ല, ബൈബിൾ കോളേജിൽ പോകുന്നതിനൊന്നും ഞാൻ എതിരുമല്ല. മനസ്സിലായി? നിങ്ങൾ പഠിച്ചിട്ട് PhD എടുക്കുന്നതിന് എതിരല്ല. എന്നെക്കൊണ്ട് കഴിയാത്തത്, നമ്മളെന്ന് പറയുന്നില്ല, എന്നെക്കൊണ്ട് കഴിയാത്തത് നിങ്ങളെക്കൊണ്ട് കഴിയുന്നല്ലോ, അതിന് പ്രാർത്ഥിക്കുക. പക്ഷേ അത് പഠിച്ചത് കൊണ്ട് മാത്രമല്ല, മുഴങ്കാലയിരുന്ന് പ്രാർത്ഥിക്കുകയും കൂടെ വേണം. പണ്ട് ഡോക്ടർ ദിനകരൻ ഇങ്ങനെ എന്നോടൊരു കാര്യം പറഞ്ഞു, പാസ്റ്റേ 1 മണിക്കൂർ സമയം താങ്കൾ പ്രസംഗിക്കണമെങ്കിൽ നിങ്ങളൊരു 3 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കണം. അതാദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ വചനം മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 16-ന്റെ 1, 2, 3 വാക്യമായി ദൈവം ശമൂവേലിനോട് പറഞ്ഞു, കൊമ്പിൽ തൈലം നിറച്ച്, അപ്പോൾ വീട്ടിൽ വെച്ച് നിറച്ചിട്ട് വേണം പോകാനെന്ന്. ചിലരങ്ങനല്ല, അവിടെ ചെന്ന് നിറയ്ക്കുമെന്ന്. അതിന് സ്വോത്രം ഹല്ലേലൂയ പറ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പറയിപ്പിച്ച അയാൾ നിറയ്ക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞൊരു നല്ല കാര്യമല്ലേ, അദ്ദേഹം മരിച്ചു പോയിട്ട് നമ്മൾ ആ കാര്യം പറയുന്നില്ലേ? ആരോ എന്തോ ആകട്ടെ, നമുക്കാരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പറയുന്നത് കണ്ടില്ലേ? എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, വർഷങ്ങൾക്ക് മുൻപാണ്. 1 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ 3 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന്. അദ്ദേഹത്തെക്കുറിച്ചൊരു ഉദാഹരണം കൂടെ പറഞ്ഞു. പോൾ യോങ്കിച്ചോ എന്ന കർത്തൃദാസൻ്റെ സഭയിലെ മെസ്സേജിന് വിളിച്ചപ്പോൾ അവസാനം 5 മിനിറ്റാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അത് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക, 5 മിനിറ്റാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഴങ്കാലെ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ബാക്കിയുള്ളവരൊന്നും പ്രസംഗിച്ചിട്ട് ആരും അനങ്ങുന്നില്ല. ഇദ്ദേഹം അങ്ങോട്ട് എഴുന്നേറ്റൊരു വാക്യം വായിച്ച് പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിയതും ജനമാത്മാവിലായി ദൈവപ്രവൃത്തിയോട് വെളിപ്പെടാൻ തുടങ്ങി. ഭൂതങ്ങൾ അലറിയോടി, രോഗികൾ സൗഖ്യമായി,
അനേകരുടെ പേര് വിളിച്ച് സ്റ്റേജിൽ കയറ്റി, ഇതൊക്കെ പ്രാർത്ഥനയാണ്. അതിനാൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഫിലിപ്പിയ ലേഖനം ഒന്ന് വായിക്കുക. അതെഴുതുവാനുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ നല്ല പിതാവേ, അടിയനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരു ദാനിയേലിന് കൊടുത്ത ജ്ഞാനം, ഒരു യോസഫിന് കൊടുത്ത ജ്ഞാനം അടിയൻ്റെ മേലും പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സുവിശേഷകനായ ഫിലിപ്പോസിൽ കൂടെ ആത്മാവിനാൽ വെളിപ്പെട്ട് പൊരുളുകളെ തിരിച്ചതുപോലെ പൊരുളുകളെ തിരിക്കുവാനുള്ള ദൈവവചന അടിസ്ഥാനത്തിൽ പൊരുളുകളെ തിരിക്കുവാനുള്ള കൃപ, അത് അനേകർക്കത് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള കൃപ അടിയന് നൽകിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ വിട്ടിട്ട് വന്ന ഭവനത്തെയും പ്രിയപ്പെട്ടവളെയും കുഞ്ഞുങ്ങളെ 3 പേരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വ്യക്തിപരമായി എല്ലാവരും കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ദൈവം ഇടയാക്കണം. പ്രത്യേകിച്ച് ഈ വചനം ശ്രവിക്കുന്ന ജാതി മത സംഘടനാ ഭാഷാ വ്യത്യാസമല്ലേ, എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും കൊടുക്കണം. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു, 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, ഭരണാധികാരികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, വക്കീലന്മാർ, രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രസിഡന്റ്, ജഡ്ജിമാർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീതിന്യായം നടത്തട്ടപ്പ. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, പോലീസുകാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീതി ന്യായം നടത്തുവാൻ ദൈവം ഇടയാക്കണം. ഒരു കാവൽക്കാരൻ ആരായിരിക്കണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇടുവാനിടയായി. അതിലുള്ള കാര്യങ്ങൾ ഞങ്ങളും ചെയ്യുവാൻ, ആത്മാർത്ഥതയുണ്ടാകുവാൻ, ക്ഷമയുണ്ടാകുവാൻ, അനുസരണയുണ്ടാകുവാൻ, ബുദ്ധിയുണ്ടാകുവാൻ, കാര്യക്ഷമതയുണ്ടാകുവാൻ ഒക്കെ ദൈവം സഹായിക്കണം. രോഗികളായി കിടക്കുന്നവർ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടഭാരത്തിലിരിക്കുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആത്മഹത്യയ്ക്ക് കടഭാരത്താൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. ആരും ആത്മഹത്യ ചെയ്യുവാൻ ഇടവരുത്തരുത്. ഒരു ആത്മാവ് സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ് പിതാവേ. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തിരുനാമം മഹത്വം എടുക്കണമേ. അടിയൻ ആയിരിക്കുന്ന ഈ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് വളരെ പ്രകൃതിയിൽ നിന്ന് ഭയങ്കര പ്രതിസന്ധികളൊക്കെ ഈ ദേശത്തുണ്ടായി. ദൈവമേ, ഈ രാജ്യത്തെ അവിടുന്ന് കാത്തല്ലോ, ഈ രാജ്യത്തെ അവിടുന്ന് പരിപാലിച്ചല്ലോ. വെള്ളപ്പൊക്കത്താൽ വളരെ ഭാരപ്പെട്ടു, അവരെ അവിടുന്ന് പരിപാലിച്ചല്ലോ, നന്ദി. അത് ചെയ്യുവാനുള്ള കൃപയും അവർക്ക് കൊടുത്തല്ലോ. ഭരണാധികാരികളെ അവിടുത്തെ കരങ്ങളിൽ, രാജാക്കന്മാരെ ഏൽപ്പിക്കുന്നു, ഭരണാധികാരികളെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഈ പാർക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യിരെമ്യാ 29 പറയുന്നത് പോലെ ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ കുടുംബങ്ങൾ, ഗ്രാമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ദൈവദാസന്മാർ, കുടുംബാംഗങ്ങൾ, മാത്രമല്ല ലോകത്തിലെ 5 വൻകരയിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാർ, കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിടുവാൻ നിവൃത്തിയില്ലാത്ത അനേകരുണ്ട്. 2 കിഡ്നി നഷ്ടപ്പെട്ട് കിടക്കുന്നവരുണ്ട്. എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സഹായകനായ ക്രിസ്തുവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങേക്ക് മാത്രമേ സഹായിക്കുവാൻ കഴിയുള്ളപ്പ. അവിടുന്ന് സഹായിക്കണം. ഞങ്ങൾ 1 രൂപയായാലും ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ സഹായിക്കുവാൻ ഞങ്ങൾക്കും അവിടുന്ന് കൃപ തരണമേ. വില്ലേജ് മിനിസ്ട്രികൾക്കായി പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവം മാനിക്കണം, അനുഗ്രഹിക്കണം, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. അടിയനിങ്ങനെ സാഹചര്യം ഒരുക്കി തന്ന ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. അടിയന് താമസിക്കുവാൻ, പാർക്കുവാൻ ഇടം തന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുകുട്ടികളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ ആവശ്യങ്ങളിൽ കൂടിയിരിക്കണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. സകലവും തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണം. തുടർന്ന് കാണും വരെയും ഇമ്മാനുവേലിൻ്റെ ചിറങ്കീഴിൽ ഞങ്ങളെല്ലാവരെയും മൂടി മറയ്ക്കണം. അടിയനെ കുടുംബമായി ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ 3 പേരെ ഏൽപ്പിക്കുന്നു. അവരുടെ പഠനം, ഭാവി എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടകനായി നന്ദി.
മുഴുമകത്വം എടുക്കണമേ. ഞങ്ങളെ ഓരോ ചില്ലിക്കാശും തന്ന് സഹായിച്ച, കരനീട്ടിയ, അടിയൻ ശുശ്രൂഷയ്ക്കിറങ്ങിയ സമയം മുതൽ ഈ നിമിഷം വരെയും സഹായിച്ച എല്ലാ കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ, തലമുറകൾ എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. മഹത്വം എല്ലാം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലസ് യു.